നമുക്കിന്ന് കിഡ്സിൻ്റെ ഒരു ഫ്രോക്ക് തയ്ക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ലൈനിങ് 4ആയിട്ട് മടക്കാൻ തയ്യൽ തുമ്പോട് കൂടി നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഷോൾഡർ 3 ഇഞ്ച്, ആംഹോൾ 5 ഇഞ്ച്, ചെസ്റ്റ് നമുക്ക് 7 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, ലെങ്ത്ത് 10.5 ഇഞ്ച്, 9.5 ലെങ്ത്ത്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്, മുകളിൽ 1/2 ഇഞ്ച് പോകും, താഴെ 1/2 ഇഞ്ച് ജോയിൻ ചെയ്യാനും വേണം. വേസ്റ്റ് 6.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ആ ലൈൻ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് ആം ഹോൾ ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നെക്കിൻ്റെ ലെങ്ത്തായിട്ട് 3 ഇഞ്ചും ബാക്ക് നെക്കായി 1.5 ഇഞ്ചും മാർക്ക് ചെയ്ത് അതൊരു സ്ക്വയർ ബോക്സാക്കി മാറ്റുക. നമ്മളിവിടെ യു നെക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് റൗണ്ട് ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ആ പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക. നമുക്കിവിടെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ട പീസ് കിട്ടിയിരിക്കുന്നു. ഇനി നല്ല ക്ലോത്ത് ഇതേപോലെ 4ആയി മടക്കിയിട്ട് അതിന് മുകളിൽ നമ്മൾ ലൈനിങ് പീസ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി സ്ലീവ് മാർക്ക് ചെയ്യാം. സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ആ ലൈൻ താഴോട്ടേക്കൊന്ന് നീട്ടി വരയ്ക്കുക. എത്രയാണെന്നുള്ളത് നീട്ടി വരച്ചൊരു ബോക്സ് പോലെ ആക്കുക. അതിനുശേഷം ആം ഹോൾ നമ്മളിവിടെ 5 ഇഞ്ചാണ് എടുത്തത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക. സെയിം അതേ അളവ് ഇപ്പുറം കൂടി മാർക്ക് ചെയ്ത് ഒരു സ്ക്വയർ ബോക്സ് തയ്യാറാക്കുക. സ്ലീവ് ഷേപ്പ് ചെയ്യാനായി കുട്ടികൾക്ക് 2 ഇഞ്ചാണ് എടുക്കുക. അതൊന്ന് മാർക്ക് ചെയ്യാൻ മുകളിലും അതേ 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് അത് നീട്ടി വരയ്ക്കുക. ഇനി അവിടെയുള്ള ലെങ്ത്തിൻ്റെ നേരെ പകുതി ഒന്ന് മാർക്ക് ചെയ്യുക. ആ ലൈൻസ് ഒന്ന് വരയ്ക്കുക. ഇനി നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ 4.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാൻ ആ ലൈൻസ് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവിനൊരു ഷേപ്പ് കൊടുക്കാം. അതിന് നമ്മൾ വരച്ച വരയിലേക്ക് കൂടി വന്നിട്ട് ഒരു ഷേപ്പ് കൊടുക്കുക. അവിടെ ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് തുണി 2ആയി മടക്കിയിട്ട് ബോഡി പാർട്ടിൻ്റെ വേസ്റ്റ് ഒരു 3 തവണ വെക്കാൻ. അങ്ങനെ വെക്കുമ്പോൾ കിട്ടുന്ന ക്ലോത്ത് നമുക്ക് അത്യാവശ്യം ചുരുക്ക് കിട്ടും. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ താഴെ മടക്കി അടിക്കാൻ 1 ഇഞ്ചും മേലെ ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ചും കൂട്ടിയിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഫ്രണ്ടിലും ബാക്കിലുമായി നമ്മൾ ചെറിയൊരു പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ലെങ്ത്ത് ഒന്ന് മെഷർ ചെയ്യാം. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ 10.5 ലെങ്ത്ത് മാർക്ക് ചെയ്തത്. അത് ബാക്കിലും കൂടി ആകുമ്പോൾ 10.5 + 10.5 21 കിട്ടും. അതിന് ഡബിൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിളായ ക്ലോത്ത് അനുസരിച്ചിട്ട് പ്ലേറ്റ് ഇട്ട് വരിക. പ്ലേറ്റിനായി ഞാനിവിടെ 2.5 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്താണ് കട്ട് ചെയ്യുന്നത്. ഒരു സൈഡ് കരഭാഗമായതുകൊണ്ട് മടക്കി അടിക്കേണ്ടതില്ല. ഇപ്പുറത്തെ സൈഡ് 2ആയിട്ട് ഫോൾഡ് ചെയ്യേണ്ട ക്ലോത്തും കൂടി കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ തുണി കട്ട് ചെയ്യാൻ. ഇനി ബാൻഡ് വെക്കാനായിട്ട് 2 പീസ് ക്ലോത്ത് എടുക്കുക. അതിൻ്റെ ലെങ്ത്ത് പറയുന്നത് ഒരു 24 വിഡ്ത്ത് ഒരു 4 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്തും കൂടി എടുക്കുക. നമുക്കിനി ലൈനിങ്ങിനുള്ള ക്ലോത്ത് കട്ട് ചെയ്യാം. അതിനായി തുണി 2ആയിട്ട് മടക്കിയിട്ട് വേസ്റ്റ് എത്രയാണോ നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിൽ നിന്ന് വേസ്റ്റ് അളക്കുക.
അതിൻ്റെ കൂടെ ഒരു 10 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി. ഇവിടെ ഞാൻ ഏകദേശം ആ ഇല്ല ക്ലോത്ത് മുഴുവനായിട്ട് എടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ആവശ്യമില്ല.